വർഷം 1952. കേരളക്കരയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മലബാറിൽ നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടി നാടകത്തിൽ അഭിനയിക്കാൻ വന്നു. പെൺവേഷം പോലും ആണുങ്ങൾ കെട്ടിയാടിയിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി നാടകത്തിൽ അഭിനയിക്കാൻ വന്ന വാർത്ത നാട്ടിലാകെ പാട്ടായി. എതിർപ്പുകൾ ഉണ്ടായിരുന്നു, എങ്കിലും അവൾ നാടകത്തിൽ അഭിനയിക്കുക തന്നെ ചെയ്തു. ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയാണ് ഇന്നത്തെ പ്രശസ്ത നടിയായ ശ്രീമതി നിലമ്പൂർ ആയിഷ. ആ കാലഘട്ടത്തിന്റെ ദുർശക്തികളോടാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന് പറഞ്ഞത്. മനുഷ്യരെ നല്ലവരാക്കി മാറ്റുന്ന നന്മയുടെ കഥകൾ പറയുന്ന ഈ റിയാലിറ്റി ഷോ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയുടെ മധ്യഭാഗത്ത് പൂനൂർ പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ഉണ്ണികുളം. ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണിത്. സ്വാഗതം ചെയ്യാം പൂനൂർ പുഴയുടെ തീരത്ത് നിന്നെത്തിയ ഉണ്ണികുളം CDSനെ ദൂരദർശന്റെ വേദിയിലേക്ക്. ഉണ്ണികുളം CDS മൊത്തം ADS 23, അയൽക്കൂട്ടം 509, BPL അംഗങ്ങൾ 3960, APL അംഗങ്ങൾ 4398, SC അംഗങ്ങൾ 700, ST അംഗങ്ങൾ 272. ഉണ്ണികുളം സമ്പൂർണ്ണ വികസനത്തിലേക്കുള്ള പാതയിലാണ്. ഈ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? എന്റെ പേര് സക്കീന, ഉണ്ണികുളം CDS വൈസ് ചെയർപേഴ്സൺ. എന്റെ പേര് വനിത MK, ഞാൻ CDSന്റെ മുൻ വൈസ് ചെയർപേഴ്സണാണ്. എന്റെ പേര് കാഞ്ചന രാജൻ, ഞാൻ CDSന്റെ മുൻ ചെയർപേഴ്സണാണ്. എന്റെ പേര് റീജ, ഞാൻ CDSന്റെ ചെയർപേഴ്സണാണ്. എന്റെ പേര് ഷൈനി, ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമുക്കിനി വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, എഴുത്തുകാരിയും ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് രാധിക, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു. 3 മികച്ച പദ്ധതികളുമായാണ് ഉണ്ണികുളം എത്തിയിരിക്കുന്നത്. ഇവരുടെ പദ്ധതികളെ പരിചയപ്പെടാം. ചർച്ചയിലേക്ക്. മഹിമാതൻ കോവിലെ കൈതൊഴാം, തൊഴാമഹിതൻ വെളിച്ചമേ കൈതൊഴാം. അപ്പോൾ ചെയർപേഴ്സൺ, എങ്ങനെയാണ് നിങ്ങളുടെ ഉണ്ണികുളം പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മയെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തും കുടുംബശ്രീ മിഷനും ഏൽപ്പിക്കുന്ന എല്ലാ പദ്ധതികളും മാതൃകാപരമായി തന്നെ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സാമ്പത്തിക ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒട്ടേറെ സംരംഭങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഒട്ടേറെ മൈക്രോ സംരംഭങ്ങൾ, അതിൽ കൂടെ കുറെ വനിതകൾക്ക് തൊഴിൽ മേഖലകളിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. JLG ഗ്രൂപ്പുകൾ 206 JLG ഗ്രൂപ്പുകൾ ഞങ്ങൾ രൂപീകരിച്ച് അതിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ലക്ഷ്യവുമായിട്ട് ജൈവ പച്ചക്കറിയും അതുപോലെ ജൈവ ഇടവള കൃഷിയും നടത്തി വരുന്നുണ്ട്. അതിൽ കനറ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പലിശരഹിത വായ്പ ഇനത്തിൽ 1,30,00,000 രൂപ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ ഇൻസെന്റീവ് ഇനത്തിൽ 46 ലക്ഷം രൂപയോളം വാങ്ങിക്കൊടുത്തിട്ട് ഇവരെ സഹായിച്ചുകൊണ്ട് നല്ലൊരു സാമ്പത്തിക മേഖലയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡോക്യുമെന്ററി ഒരു ഓഫ്സെറ്റ് പ്രസിനെ കുറിച്ചാണ്, ഉദയം. അതൊരു സംരംഭമാണ്. അതെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം.
കുടുംബശ്രീ വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച് ഉണ്ണികുളം CDS ആരംഭിച്ച വ്യത്യസ്തമായൊരു പദ്ധതിയാണ് ഉദയം ഓഫ്സെറ്റ് പ്രസ്. നമുക്കിനി ഇതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഉണ്ണിക്കുളം പഞ്ചായത്തിലെ 7ഓളം പാവപ്പെട്ട വനിതകൾ ചേർന്ന് നടത്തുന്ന വിജയകരമായ സംരംഭമാണ് ഉദയം ഓഫ്സെറ്റ് പ്രസ്. 2004-ൽ പദ്ധതി തുടങ്ങുമ്പോൾ 10 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സഫിയ, നസീമ, ബിന്ദു, ശ്രീമതി തുടങ്ങി 7 വനിതകളാണ് സംരംഭ പ്രവർത്തകർ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് കുടുംബശ്രീ പരിശീലനം നൽകി. ചാലക്കുടിയിൽ വെച്ച് ബൈൻഡിംഗ്, പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക പരിശീലനവും അംഗങ്ങൾക്ക് നൽകി. രൂപ ഗുണഭോക്തൃ വിഹിതവും 1,90,000 രൂപ വായ്പയുമായാണ് 2004-ൽ പദ്ധതി ആരംഭിച്ചത്. 20,000 രൂപ റിവോൾവിംഗ് ഫണ്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2009-ൽ 2,46,000 രൂപ ടെക്നോളജി ഫണ്ടും 3,54,000 രൂപ വായ്പയും എടുത്ത് സംരംഭം വികസിപ്പിച്ചു. കമ്പ്യൂട്ടർ, ഓഫ്സെറ്റ് പ്രസ്, പ്രിന്റർ, കട്ടിംഗ് മെഷീൻ, ഫോട്ടോസ്റ്റാറ്റ് തുടങ്ങിയ മെഷീനുകളുമായി ഉദയം ഓഫ്സെറ്റ് പ്രസ് പ്രദേശത്തെ നമ്പർ 1 ഓഫ്സെറ്റ് പ്രസ്സായി മാറി. പഴയ ലോൺ മുഴുവനായും അടച്ചു തീർത്ത ഇവർ പിന്നീട് എടുത്ത ചെറിയ തുകയുടെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുളം പഞ്ചായത്തിലെ ഈയാടാണ് ഓഫ്സെറ്റ് പ്രസ് പ്രവർത്തിക്കുന്നത്. നോട്ടീസുകൾ, റെക്കോർഡ് ബുക്ക്, ഓഫീസ് ഫയലുകൾ, കല്യാണക്കത്തുകൾ, റെസിപ്റ്റ് ബുക്ക്, രജിസ്റ്റർ, ഡയറി തുടങ്ങി ഡിമാൻഡ് അനുസരിച്ച് എല്ലാ വർക്കുകളും ഇവർ ചെയ്തു കൊടുക്കുന്നു. ഇപ്രകാരം പ്രതിമാസം 6,000 രൂപ ഇവർക്ക് വരുമാനം നേടാനാവുന്നുണ്ട്. സീസൺ സമയത്ത് 15,000 രൂപ വരെ ഇവർക്ക് നേടാനായിട്ടുണ്ട്. വീട്ടിൽ ആങ്ങളമാരില്ല, എല്ലാവരും വേറെ കൂടി ഞാനും എൻ്റെ അമ്മയും കഴിയാനുള്ള ചെലവ് തന്നെ എവിടുന്നാണ് കിട്ടുന്നതെന്ന് വരെ എനിക്ക് പറയാം. മുസ്ലിം സ്ത്രീയായതിനാൽ വീടിന് പുറത്തിറങ്ങുന്നതിൽ ഒരുപാട് വിലക്കുകൾ ഉണ്ടായിട്ടും അതിനെ മറികടന്നാണ് സഫിയ സംരംഭത്തിലേക്ക് വന്നത്. സഫിയ ഇന്ന് ഒരു സംരംഭത്തിന്റെ ഉടമയും ഒപ്പം അതിന്റെ പ്രവർത്തകയുമാണ്. പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെ അല്ലലില്ലാതെ മറികടക്കാൻ ശ്രീമതിയെ സഹായിച്ചത് ഈ പ്രസ് തന്നെയാണ്. കുടുംബശ്രീ കൂടെ ഉള്ള ലോൺ എടുത്ത് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ കുടുംബശ്രീയിലെ ലോൺ അടച്ചത്. പിന്നെ ലിങ്കേജും അടച്ച്. ഇവിടുത്തെ ഇതുകൊണ്ട് ഞാൻ വലിയൊരു ശതമാനം ലോൺ എടുത്ത് മാറി മാറി വീടിന്റെ പണി പൂർത്തീകരിച്ച്. ചെയർപേഴ്സൺ, അപ്പോൾ ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് പ്രസ് തുടങ്ങാനുണ്ടായ സാഹചര്യം പറയൂ. എന്താണ് ഇതിനെ പറ്റിയുള്ള? കുടുംബശ്രീക്ക് തന്നെ ഒരുപാട് രജിസ്റ്ററുകളും പാസ്ബുക്കുകളും ഒക്കെ ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞങ്ങൾ കൊയിലാണ്ടിയിലെ ഒരു പ്രസ്സിലായിരുന്നു ഇതിന് കൊടുക്കാറ്. അപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നേട്ടമല്ലേ, അവർക്കൊരു വരുമാന മാർഗം കൂടിയാണല്ലോ എന്നുള്ളത് കണ്ടെത്തി ആണ് ഇതിലേക്ക്. അപ്പം കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും രജിസ്റ്ററുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇവരാണ്. കോഴിക്കോട് ജില്ല വിട്ട് വയനാട്, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് വരെ ഇവരുടെ രജിസ്റ്ററുകളും പാസ്ബുക്കുകളും എല്ലാം എത്തിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു വരുമാന മാർഗം കൂടി ആണ്. അതിന്റെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ആരാണ്? എത്ര പേരുണ്ട് നിങ്ങൾ അവിടെ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ 10 പേരാണ് അവിടെ. ഇപ്പം 15 പേരുണ്ട്. തുടക്കത്തിൽ 10 പേരായിരുന്നു ഉള്ളത്. അവിടെ ഞങ്ങൾ ചെയ്യുന്നത് കുടുംബശ്രീയുടെ രജിസ്റ്ററുകളും പാസ്ബുക്കുകളും മിനിറ്റ്സ് ബുക്കുകളും കോഴിക്കോട് ജില്ലയുടെ മുഴുവൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഗവൺമെന്റ് ITകളിലേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള റെക്കോർഡ് ബുക്കുകളും, അതേപോലെ തന്നെ പേപ്പർ ബാഗ്, DTP, മറ്റ് പ്രിന്റിംഗ് വർക്കുകൾ, ക്ഷണക്കത്തുകൾ, ഇതെല്ലാം തന്നെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് ഓരോ വർഷവും വരുമാനം കൂടിയാണോ വരുന്നത്? ആദ്യ ഒരു വർഷം ഞങ്ങൾക്ക് 5 ലക്ഷം മാത്രമേ ഉള്ളായിരുന്നു. ആദ്യം ഒരു വർഷം ഞങ്ങൾക്ക് ടേൺ ഓവർ ആയിട്ട് ഇപ്പം ഒരു മാസം തന്നെ 5-6 ലക്ഷം രൂപ ഞങ്ങൾക്ക് വരുമാനമുണ്ട്. അപ്പോൾ 15, 60, 70 ലക്ഷത്തിന്റെ വാർഷിക വിറ്റുവരവ് ഉണ്ട്. അപ്പോൾ ഈ 15 പേർക്ക് എങ്ങനെയാണ് മാസം എത്രയാ ശമ്പളം
ഞങ്ങൾ ഇപ്പം ശമ്പളമായിട്ട് ഒരു 15,000 രൂപ വരെ ഓരോ അംഗത്തിനും ഓരോ കൊടുക്കുന്നു. അംഗത്തിനും 15,000. എത്ര ദിവസം ജോലി ഉണ്ടാവും? മാസം 25 ദിവസം ഉണ്ടാവോ? ഇല്ല, ഞായറാഴ്ച ഞങ്ങൾ വർക്ക് എടുക്കാറില്ല. ഞായറാഴ്ച ഇല്ല. ബാക്കി അപ്പൊ ആഴ്ചയിൽ 6 ദിവസം ഉണ്ട്. ഉണ്ട്. എത്ര മണി മുതൽ എത്ര മണി വരെ? 9:15 ഞങ്ങളുടെ ടൈം. ആ സമയം എത്താത്ത ആൾക്കാരെ ഞങ്ങൾ ആബ്സെന്റ് ആക്കും. ഒരു 5 മിനിറ്റ് വൈകിയാൽ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തി വന്നത്. അത്രയും ഒരു 9:30 മുതൽ 9:15 മുതൽ 5:15 വരെ. 5:15 വരെ. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് ഈ മെഷീനറിയൊക്കെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതും അതിന്റെ തേയ്മാനം ഉണ്ടെങ്കിൽ മാറ്റുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് അത് മെയിൻ്റെനൻസ്? ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചാണ് ഞങ്ങൾ നന്നാക്കുന്നത്. ഈ മെഷീനറിന്റെ ഓരോ ഇതും അറിയാവുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെയാണ് അത് കേടായാലൊക്കെ ഞങ്ങൾ റെഡിയാക്കുന്നത്. മറ്റ് പ്രിന്റിംഗ് വർക്കുകളൊക്കെ എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും. ബാങ്ക് ലോൺ ഉണ്ടോ? ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രൊജക്ട് തുക 8 ലക്ഷം രൂപയായിരുന്നു. അതിൽ 3.5 ലക്ഷം രൂപ കുടുംബശ്രീ മിഷൻ സബ്സിഡി തന്നു. 4.5 ലക്ഷം ലോൺ ആയിരുന്നു. അത് ഇപ്പൊ ഞങ്ങൾ അടിച്ചു തീർത്തു. നിലവിലുള്ള ഈ മെഷീനറി വെച്ചിട്ട് നമ്മുടെ ഓർഡറുകൾ മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഈ പുറത്തു നിന്ന് വലിയ മെഷീനിൽ അടുപ്പിക്കുന്നുണ്ട്. ഈ റെക്കോർഡ് ബുക്കുകളൊക്കെ ഈ ഡബിൾ ഡമ്മി സൈസിലാണ് വരുന്നത്. ഇവരുടെ മെഷീന് ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അത് കുഴപ്പമില്ല. പുറത്തു കൊടുത്ത് അടുപ്പിക്കുമ്പോൾ അത് ലാഭത്തെ ബാധിക്കൂല, നിങ്ങളുടെ വരവിനെ ബാധിക്കൂല? ഇല്ല. അപ്പൊ നമുക്ക് ദാഹശമനത്തിനായിട്ട് പോവാം അല്ലേ? ദാഹശമനി ഉണ്ടാക്കി വിപണനം നടത്തി അതുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ണികുളത്തുണ്ട്. നമുക്കിനി ഇവരുടെ കഥയൊന്ന് കേൾക്കാം. ഉണ്ണിക്കുളം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വേറിട്ടൊരു സംരംഭമാണ് ശ്രീലക്ഷ്മി ദാഹശമനി. 2004 ഒക്ടോബർ 1-നാണ് സംരംഭം ആരംഭിച്ചത്. തുടക്കത്തിൽ 10 വനിതകൾ ചേർന്ന് നടത്തിയ സംരംഭത്തിൽ ഇപ്പോൾ 7 അംഗങ്ങളാണ് ഉള്ളത്. പദ്ധതിയുടെ ആരംഭത്തിൽ അംഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് വച്ച് പരിശീലനം നൽകുകയുണ്ടായി. 1 ലക്ഷം രൂപ സബ്സിഡിയോടുകൂടി 2 ലക്ഷം രൂപ ഇവർക്ക് വായ്പ ലഭ്യമാക്കി. 2009 20,000 രൂപ റിവോൾവിംഗ് ഫണ്ടും ലഭിച്ചു. ദാഹശമനി ഉണ്ടാക്കാൻ ആവശ്യമായ കരിങ്ങാലി മരം തമിഴ്നാട്ടിൽ നിന്നും ലോറികളിൽ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് അവ കീറിയെടുത്ത് കൊത്തിയെരിഞ്ഞ് ചെറിയ ചീളുകളാക്കി മാറ്റുന്നു. ഇവ മൊത്തമായി ശേഖരിക്കാൻ കരാറുണ്ടാക്കിയ ഒരു ഏജൻസിക്ക് തയ്യാറാക്കിയ മരുന്നത്രയും നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു കിലോ മരുന്ന് തയ്യാറാക്കിയാൽ 13 രൂപ കൂലി കിട്ടും. ഇപ്രകാരം ദിവസം 250 രൂപ വരെ ഇവർക്ക് വരുമാനം ലഭിക്കുന്നു. ഇതിൽ നിന്നും മിച്ചം പിടിച്ച തുക ഉപയോഗിച്ച് 7 സെന്റ് സ്ഥലം ഇവർ ഗ്രൂപ്പിന്റെ പേരിൽ വാങ്ങിച്ചു എന്നത് അഭിമാനാർഹമായ നേട്ടമാണ്. 7 സ്ഥിരം അംഗങ്ങളെ കൂടാതെ പാവപ്പെട്ട 20 സ്ത്രീകൾക്ക് കൂടി ഇവർ തൊഴിൽ നൽകുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെ. സ്വന്തമായൊരു വീട് വയ്ക്കാൻ ആഗ്രഹിച്ച ഗിരിജയ്ക്കും കുടുംബത്തിനും ഇതിൽ നിന്നുള്ള വരുമാനവും സഹായകമായി. ഒപ്പം മകളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുകയും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഗിരിജ കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ല വിട്ടു പോകാതെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3 പേരാണ് ഇതിലേക്ക് പോയത്. തിരുവനന്തപുരത്ത് ട്രെയിനിങ്ങിന് പോയി, PIP ട്രെയിനിങ്ങിന്. അവിടെ നല്ല അനുഭവങ്ങളാണ്. പല ജില്ലകളിലെ ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് തന്നെ ഒരു വലിയ നേട്ടമായിട്ട് കാണുന്നു. ഒന്നു കണ്ണു തെറ്റിയാൽ വിരലിട്ട് പോകുന്ന തരത്തിൽ അപകടം നിറഞ്ഞ ജോലിയാണിത്. അതിസൂക്ഷ്മതയോടെ ഈ ജോലി ചെയ്ത് ഇവർ നേടുന്ന വരുമാനം അഭിനന്ദനാർഹം തന്നെ.
ഗിരിജയല്ലേ പറയും. കുടുംബശ്രീയിൽ വെക്കേണ്ട ആവശ്യത്തിനൊന്നും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങാൻ കഴിയാത്തതിന്റെ പേരിൽ സ്വന്തമായൊരു വരുമാനം വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു ചെറിയൊരു കടയിൽ കുറച്ച് സ്ത്രീകൾ ഈ കരിങ്ങാലി തറക്കിനൊരു പണിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ കുടുംബശ്രീയിലുള്ള ഒരു 4-5 പേര് അവിടെ കുറച്ചു കാലം ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ആ തൊഴിൽ ചെയ്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് സ്വന്തമായിട്ട് എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുവിടാന്നുള്ള ഒരു അഭിപ്രായം വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ CDSനെ അറിയിച്ച് അവരതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. അപ്പൊ നമ്മൾ തന്നെ ഇത് കണ്ടു, അതിന് പോയി, അതിനുശേഷം നമ്മൾ CDSന് ആവശ്യപ്പെട്ട് കുടുംബശ്രീ മുഖാന്തരം ട്രെയിനിങ്ങിന് പോയിട്ട് യൂണിറ്റ് സ്ഥാപിച്ചതാണ് അല്ലേ? അതെ. ട്രെയിനിങ് ഉണ്ടായിരുന്നോ? തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടി ട്രെയിനിങ്. ഇത്ര ഒരു യൂണിറ്റേ ഉള്ളൂ അല്ലേ? ഒരു യൂണിറ്റ്. എത്ര പേര്? ഞങ്ങൾ 10 പേരിലായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ 7 പേര് അതിലുള്ള. പക്ഷെ അത് കൂടാതെ 22ഓളം കുടുംബം ഇപ്പം പല കുടുംബശ്രീയിലുള്ള ആൾക്കാരാണ് ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മഞ്ഞക്കോട്ടും നീലക്കോട്ടും കണ്ടു. അപ്പം അത് മഞ്ഞക്കോട്ടും ഞങ്ങളെ 7 പേര് അതിന്റെ ലീഡർമാരായിട്ടുള്ള ആൾക്കാർ, ഇത് നടത്തിപ്പുകാര്, മറ്റുള്ള അവിടെ തൊഴിലാളികൾ. എത്ര തൊഴിലാളികൾ പറഞ്ഞു? 20? മൊത്തം 12-ലധികം തൊഴിലാളികൾ അവിടെ ഉണ്ട്. അത് അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അല്ലാതെ വീട്ടിലിരുന്ന് ചെയ്ത് കൊണ്ടുവരാല്ല. വീട്ടില് അവിടെ വരാൻ കഴിയാത്ത ആൾക്കാർക്ക് വീട്ടിലേക്ക് ഞങ്ങൾ ഈ സാധനം കൊടുക്കും. അപ്പൊ അങ്ങനെ എത്ര പേരുണ്ട്? അങ്ങനെ 4-5 കുടുംബം അങ്ങനെ കഴിയും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഈ കരിങ്ങാലിയൊക്കെ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. കേരളത്തിൽ കിട്ടില്ല അത്. കേരളത്തിൽ ഈ മരം കിട്ടാൻ സാധ്യത. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് കരിങ്ങാലി വരുന്നത്. അത് ആരാ പോയി വാങ്ങുന്നതൊക്കെ? അത് ആദ്യമൊക്കെ ഏജൻസി, ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ഒരാളെ കീഴിൽ ആദ്യം ഇതൊരു ചെറിയ തോതിൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ സാർ. അപ്പൊ അതിന്റെ അവരോട് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യം ആ ഏജൻസിയാണ് ഞങ്ങൾക്ക് എത്തിച്ചെന്നത്. ഇപ്പൊ നമ്മൾ നേരിട്ടാണത് അതെത്തുന്നത്. നിങ്ങളെ വിപണനമൊക്കെ ചെയ്യുന്നത് ഒരു ഏജൻസി വഴിയാണല്ലേ വിൽപ്പന നടത്തുന്നത്? അതെ. അപ്പം ഇതിനകത്ത് എന്ത് ഇഷ്യൂസ് വന്നാലൊക്കെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും അല്ലെ? ഇപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പഠിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിക്ക് അവരുടെ ഓർഡർ പ്രകാരം കരിങ്ങാലി പാക്കറ്റുകൾ ഉണ്ടാക്കി അവർക്ക് തിരിച്ച് വിൽക്കുന്നു. പാക്കറ്റ് അല്ലാതെ ഇവര് ഹോൾസെയിലായിട്ട് വണ്ടിയിൽ കയറ്റി പോവുകയാണ്. അത് കോഴിക്കോട്, മലബാർ, കേരളത്തിൽ 3 ജില്ലകളിൽ ഞങ്ങൾ ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ചാക്ക് കണക്കിനാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ആ വിപണനത്തിനുള്ള വില നിശ്ചയിക്കുന്നത് ആരാണ്? അത് ഞങ്ങൾ കിലോ 70 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങാറ്. അതാണ് മാർക്കറ്റ് വില? അതെ. ഒരു കിലോ കരിങ്ങാലിക്ക് 70 രൂപ വെച്ചിട്ട്. അങ്ങനെ ഒരു മാസം എത്ര വിറ്റ് വരവ് വരും? ഒരു ഏകദേശം 60,000. ഈ കരിങ്ങാലി വ്യത്യസ്തമായിട്ടുള്ള അതായത് ചെറിയ കഷ്ണങ്ങളാക്കി തൂക്കിയാണ് താക്കുന്നത് ഞാൻ. അപ്പോൾ ഒരാള് ഒരു ദിവസം നല്ല കടുപ്പം കുറഞ്ഞ കരിങ്ങാലിയാണെങ്കിൽ ഒരു ദിവസം 20 മുതൽ 30 കിലോ വരെയൊക്കെ ഒരാൾ തറയ്ക്കും. അപ്പൊ ആഴ്ചകളിൽ അംഗങ്ങൾ കുറഞ്ഞാൽ കരിങ്ങാലിന്റെ തൂക്കവും കുറയും. ഒരു മാസത്തിൽ 60,000-ഓളം രൂപയുടെ വിറ്റുവരവാണുള്ളത്. അതൊന്ന് ഈ ചെലവ് കഴിച്ച് എന്ത് ഉണ്ടാവും നമുക്ക് വീതിച്ചെടുക്കാനായിട്ട്? ചെലവ് കഴിച്ചിട്ട് മാസത്തില് ഞങ്ങൾക്ക് ഒരു 20,000 രൂപേന്റെ അടുത്തോളം കയ്യിലിരിപ്പ്. അത് എത്ര പേർക്കായിട്ട് വീതിക്കണം? ഞങ്ങൾ ഇപ്പം കുറച്ചായിട്ടുള്ളൂ വീതം തുടങ്ങിയിട്ട്. പക്ഷെ അതിന് ഞങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങേണ്ടിയിട്ട് ഇതിന് ലാഭം സ്വരൂപിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ അധ്വാനത്തിന് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല? ഉണ്ട്. ഇത് പറഞ്ഞല്ലോ സാർ, ഞങ്ങൾ ഈ 2 പ്രാവശ്യമായിട്ട് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ലാഭം എടുക്കുന്നത്. അതായത് ഓണവും വിഷു ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. 2 പ്രാവശ്യം എടുക്കുള്ളൂ. ഒരു പ്രാവശ്യം എന്ത് കിട്ടും? ഒരു പ്രാവശ്യം ഓണവും വിഷു ഒക്കെ ആവുന്ന സമയത്ത് 10,000 രൂപ വരെ ഒരാഗ്രഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 20,000 രൂപ വർഷത്തില്. അതെ. ഈ സ്ഥലം വാങ്ങിച്ചിട്ട് എന്താ അവിടെ നിങ്ങളുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താണോ? അതെ. അല്ല, ആദ്യം സാർ ഞങ്ങൾ ഒരു വാടകയ്ക്കാണ് ഇത് ഈ ഷെഡ് തുടങ്ങിയത്. ഇപ്പാണ് ഞങ്ങൾ ഈ 7 സെന്റ് സ്ഥലം അതിന്റെ. അങ്ങനെ ദിവസം ജോലി ചെയ്യണ്ടേ? ദിവസം വരുമാനം 6 ദിവസം ജോലി ചെയ്യണ്ടേ ആഴ്ചയില്? ഒരു ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്താൽ 6 മാസം കൂടുമ്പോ 10,000 രൂപ കിട്ടും. 250 രൂപ ഒരു ദിവസം. തറക്കുന്നതിനുള്ള കൂലി വേറെ, ലാഭത്തിന് കൂലി എന്താ കൊടുക്കുന്നത്? തൊഴിലാളികളെ കൂടത്തിൽ തന്നെ ഞങ്ങളും ഈ തൊഴിൽ തറച്ചോണ്ടിരിക്കുക. ഒരു ദിവസം 250 രൂപ അല്ലേ? അതെ. അത് ഞാൻ പറഞ്ഞത് പ്രകാരം അത് ഈ മരത്തിന്റെ കടുപ്പത്തിനനുസരിച്ചാണ് ശരാശരി. അതെ, ശരാശരി 250 രൂപയോളം കിട്ടും. 250 രൂപയോളം ഒരു ദിവസം. കൊള്ളാം.
എടുക്കുന്നുണ്ട്. മറ്റു സംരംഭങ്ങൾ എന്തൊക്കെയാണ്? ശിങ്കാരിമേളത്തിന്റെ ട്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ തെങ്ങുകയറ്റം ഉണ്ട്, കൂൺ കൃഷി, ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്, കോഴി ഫാം, ഡയറി ഫാം, അങ്ങനെയുള്ള ഒത്തിരി. ശിങ്കാരിമേളത്തിന്റെ എങ്ങനെയാണ് അതിന്റെ സാമ്പത്തികം? ശിങ്കാരിമേളത്തിന്റെ 2010-11 വർഷത്തിൽ പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത്. 93,000 രൂപയാണ് അന്ന് ഞങ്ങൾക്ക് ഇതിന്റെ ഫണ്ട് ആദ്യം ലഭിച്ചത്, അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഞങ്ങൾ ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത് വിവിധ വാർഡുകളിൽ നിന്ന്, വിവിധ കുടുംബശ്രീയിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ട BPL കുടുംബങ്ങളെയാണ് ഇതിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ ഇതിൽ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ അംഗങ്ങളും SC അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഇതില് നിലവിൽ പോകുന്ന ഗ്രൂപ്പിൽ 15 സ്ത്രീകളാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അവരുടെ താല്പര്യപ്രകാരമായിരുന്നു, നിങ്ങൾ അവരെ കണ്ടെത്തുമായിരുന്നു? ഒരു വരുമാനം വേണമെന്ന് തോന്നുന്ന പാവപ്പെട്ട കുടുംബം ഏത് തൊഴിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് കുടുംബശ്രീയുടെ അറിയിക്കുന്ന അത്തരത്തിലുള്ള ശിങ്കാരിമേളത്തിനൊക്കെ അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അതിനൊരു ചെറിയൊരു ടേസ്റ്റ് കൂടെ വേണ്ടേ? സർ, പരമ്പരാഗത തൊഴിലാണെങ്കിലും ഒരു കലയല്ലേ, ഒരു താളബോധമുള്ളവരെ വരത്തുള്ളൂ ആളുകളെയാണ് നമ്മൾ ഇതിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതൊരു വരുമാന മാർഗമായിട്ട് വന്നിട്ടുണ്ടോ എന്നാണ്? തീർച്ചയായിട്ടും സാർ, അത് വന്നിട്ടുണ്ട്. ഒരു മാസം എന്ത് കിട്ടും? ഒരു മാസം ഒരു 12,000-13,000 രൂപയുടെ അടുത്ത് ലഭിക്കാറുണ്ട്. കാരണം ഇതൊരു സീസണബിൾ പരിപാടിയാണ്. അപ്പൊ ദാഹശമനിയേക്കാൾ നല്ല പരിപാടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അതിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ഒരു പാവപ്പെട്ട ഒത്തിരി പേര് എന്റെ കൂടി ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ. പ്രോഗ്രാമിന് എന്താണ് സാധാരണ? എങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്താണ്? ഒരു പ്രോഗ്രാമിന് ഞങ്ങള് 600 മുതൽ 1000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഒരു ഫിക്സഡ് റേറ്റ് അല്ല. കാരണം നമ്മൾ ബുക്കിംഗ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൂടിയുള്ള ആളുകൾക്ക് മതിയായ വേതനം കൊടുത്തുകൊണ്ട് ബാക്കി വരുന്ന തുക നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് വെക്കും. ആ അക്കൗണ്ടിലൂടെ സ്വരുക്കൂട്ടി വെക്കുന്ന ഈ ഒരു പണം ഇതിലുള്ള പാവപ്പെട്ട അംഗങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചു. അവർക്ക് സ്ഥലം വാങ്ങുന്നതിന്, വീട് വെക്കുന്നതിനൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള വായ്പ 50,000 രൂപ വരെയുള്ള വായ്പ നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും. എങ്ങനെ? എത്ര പേരാണ് ഇതിനകത്ത്? ഇപ്പം 15 പേരാണുള്ളത്. പിന്നെ ഞങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പുരുഷന്മാരെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ശിങ്കാരി കാവടി ഗ്രൂപ്പ്. അതായത് നമ്മുടെ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാധ്യത അനന്തമായ ഒട്ടേറെ സാധ്യതകളുണ്ട്. കാരണം പുരുഷന്മാരെ കൂടെ കൂട്ടിച്ചേർത്ത് തൊഴിൽ സംരംഭം നടത്തുന്നതിന് ഇതിനൊരു പദ്ധതി തന്നെയുണ്ട്, യുവശ്രീ പദ്ധതി. അതിൽ പുരുഷന്മാർക്ക് മാത്രമായോ അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ചേർന്നോ തൊഴിൽ ചെയ്യുന്നതിന് നിയമസാധ്യതകളുണ്ട്. അപ്പോൾ തൊഴിലില്ലാത്ത പുരുഷന്മാരെ നിങ്ങൾ കൈപിടിച്ചു ഉയർത്തുന്നുണ്ട്? അല്ല, തൊഴിലില്ലാത്തത് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെ, ഇതിലുള്ള വനിതാ ശിങ്കാരിമേളത്തിലുള്ള കുടുംബാംഗങ്ങളെ തന്നെയാണ് ഞങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിൽ ഒന്നിച്ച് പോകാനൊക്കെ സൗകര്യം. അതെ അതെ. ചെയർപേഴ്സൺ, ഭവനശ്രീ പദ്ധതി, അതിലൂടെ 200 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. എന്താണത്? വീടില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങളുണ്ടായിരുന്നു 2004-05 വർഷത്തിൽ. അപ്പം ഞങ്ങൾ ADS മുഖേന ഒരു സർവേ നടത്തി വീടില്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തി ഇവർക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഭവനശ്രീ വായ്പ ശരിയാക്കി കൊടുത്തിട്ടാണ് 200 കുടുംബങ്ങൾക്ക് ഈ ഭവനശ്രീ മുഖേന വീട് ഉണ്ടാക്കി കൊടുത്തത്. ആ വായ്പ ഗവൺമെന്റ് ഏറ്റെടുത്ത് മിഷന്റെ പദ്ധതിയാണ്. അപ്പൊ ഈ വായ്പ ഗവൺമെന്റ് ഏറ്റെടുത്ത് എഴുതി തള്ളുകയും ചെയ്തു. വായ്പ ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് അവർ തിരിച്ചടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, എഴുതി തള്ളി. സമഗ്ര ക്യാൻസർ പ്രതിരോധ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലാണ്. അതവിടെ ഒരു എസ്റ്റേറ്റ് എങ്ങനെ കണ്ടെത്തി? ഭരണസമിതിയും CDSഉം കൂടി പിന്നെ ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 23 വാർഡുകളിലേക്കും ഒരു സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് ADSൽ നിന്നും അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അവർക്ക് ഇതിന്റെ പ്രത്യേകമായിട്ടൊരു പരിശീലനം കൊടുത്തു. ചോദ്യാവലിയൊക്കെ പരിശീലനം കൊടുത്തുകൊണ്ട് എല്ലാ വീടുകളും കയറി. അപ്പൊ ഏകദേശം നമുക്ക് അവരുടെ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ അവർ പറയുന്നത് എത്ര പേർക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു? അതില് രോഗികളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഒരു 30ഓളം പേരെയാണ്. പക്ഷേ രോഗലക്ഷണങ്ങൾ 11,000 കുടുംബങ്ങളിൽ നിന്നാണ്. പക്ഷേ അതിന്റെ തുടർ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഭരണസമിതി തന്നെ ഏറ്റെടുത്തുകൊണ്ട് കുടുംബശ്രീയിലൂടെ ആണെങ്കിലും ഭരണസമിതിയുടെ നല്ലൊരു പ്രതിരോധ സർവേ കഴിഞ്ഞിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്ലാസ്സിന് വേണ്ടി RCC
ഡോക്ടർമാർ വന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ക്യാമ്പിൽ അങ്ങനെ ഇവരെ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ ലക്ഷണങ്ങൾ നോക്കി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ADSന് ഞങ്ങൾ പരിശീലനം കൊടുത്തത്. അപ്പോൾ ഇവർ പോയി വീട് കയറിയിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. അപ്പം ഒട്ടേറെ പേർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ 30ഓളം പേർക്കായിരുന്നു ഇത് കൂടുതലായിട്ടും കണ്ടത്. അപ്പം തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഒരു 4-5 പേർക്ക് മാറാതെ ആയിട്ടുള്ളൂ. ക്യാൻസർ നിർണയവും അതിന്റെ പ്രതിരോധവും എന്നുള്ള ഒരു പ്രോഗ്രാം NRHM ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒക്കെ ഒരു പരിപാടി ഉണ്ടാക്കി. അതിന്റെ ഒരു ആക്ഷൻ പ്ലാനിൽ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ വാർഡിലും വീണ്ടും ഒരു സ്ക്രീനിങ് നടന്നു. അതിന്റെ തുടർ പരിപാടി നടന്നു. NRHM മാഡം ഏത് തരം ക്യാൻസർ ആണ് നമ്മുടെ പഞ്ചായത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്? സ്ത്രീകളെ ക്യാൻസറും അതുപോലെ തന്നെ ഒരുവിധം എല്ലാ തരത്തിലുള്ള ക്യാൻസറും ആ ഭാഗത്ത് കാണുന്നുണ്ട്. ദിവസവും നമ്മൾ അടുത്ത ദിവസങ്ങളിലായി തന്നെ ക്യാൻസർ മൂലം ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ മരണവും രജിസ്ട്രേഷൻ അതാത് ദിവസം 2 ദിവസമായിട്ട് നടക്കും. അതിൽ വരുന്ന മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ, കിഡ്നി അസുഖം. 100 കണക്കിന് ഏറെ ആളുകൾ ഇപ്പോൾ ഡയാലിസിസിന് വിധേയരായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമുണ്ട്. 200 ചില്ലാൻ ആളുകൾ ഡയാലിസിസ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. കിഡ്നി 200 ആളുകള് എല്ലാ ദിവസവും ഡയാലിസിസ് വിധേയരായിരിക്കും ഒരു പഞ്ചായത്തിൽ. അപ്പൊ അവിടെ പ്രമേഹ രോഗികളുടെ എണ്ണം എങ്ങനെയാണ്? നമ്മളുടെ വേറെ ആരോഗ്യ പ്രവർത്തകരാരെങ്കിലും ഉണ്ടോ? ആശാവർക്കർമാര്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി? അല്ല, അത് സംബന്ധിച്ച് വന്നേരാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സൻസദ് ആദർശ ഗ്രാമിൽ ഈ ഒരു ചർച്ച വരികയും കോഴിക്കോടുള്ള NRHM ഡോക്ടർമാര് അതുപോലെ തന്നെ ആശാ വർക്കർമാര് നമ്മളെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആളുകളൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം 5 വയസ്സ് വരെയുള്ള കുട്ടികള്, സ്ത്രീകള് ഇവർക്ക് മുഴുവനായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഇവർക്ക് ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഏതാണ്ട് 17,000-ഓളം കുട്ടികളും സ്ത്രീകളും 3 ദിവസങ്ങളിൽ തുടർച്ചയായി നടന്ന ക്യാമ്പ് പങ്കെടുത്ത്. പിന്നെന്താ പറഞ്ഞ തെങ്ങ് കയറണം എന്ന് പറഞ്ഞു. തൊഴിലാളി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തിയാണ്. ഈ തൊഴിലേക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ കാരണം ഞങ്ങളുടെ പ്രദേശത്ത് ഈ തൊഴിലിന് ആരും ഇറങ്ങുന്നില്ല. പണ്ടത്തെ കാലം പോലെ പരമ്പരാഗതമായിട്ട് ഏണിയും തോളിൽ വെച്ചിട്ട് തേങ്ങ വറക്കാൻ ആളുകൾ ഇറങ്ങാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എവിടെയാണ് പരിശീലനം കിട്ടിയത്? പരിശീലനം കിട്ടിയത് പൂനൂർ വെച്ചായിരുന്നു. 6 ദിവസത്തെ ട്രെയിനിങ്. ഇതിന് വേണ്ട മെഷീനറി ഇപ്പൊ ആരാണ്? അത് 6 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ മെഷീൻ കിട്ടി. എത്ര മെഷീൻസ് ഉണ്ട് ഇപ്പൊ? ഞങ്ങൾക്ക് 5 പേർക്ക് ഓരോ മെഷീൻ. അപ്പൊ 20 മെഷീൻ ഉണ്ട് വാർഡിൽ. നാട്ടുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നാട്ടുപ്രദേശം കൊണ്ട് ചെറിയൊരു പുച്ഛമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതൊന്നും ഞങ്ങൾ വില വെച്ചിട്ടില്ല. കാരണം ഈ കുടുംബശ്രീയിൽ വന്നതോടുകൂടി ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം, ധൈര്യം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾ ഈ 5 പേരും പിന്നെ മറ്റു തൊഴിലാളികളും കൂടി ഈ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് 3 കിണറ് ഞങ്ങൾ കുഴിച്ച് വെള്ളം കാണിച്ചിട്ടുണ്ട്. അത് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു അഭിമാനം തന്നെയാണ്. പിന്നെ ഒരു അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 6 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലുള്ള പുരുഷന്മാരെ ഞങ്ങൾക്ക് ഇത് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബശ്രീയിൽ അംഗങ്ങൾ 5-6 പേരെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം തന്നെയാണ്. പണ്ട് കാലത്ത് പറയുക നമ്മളെ ഒരു ധാരണ ഉണ്ട്, ഇത് പുരുഷന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ധാരണ. പക്ഷെ അത് ഞങ്ങൾ ഒരു 2 കാര്യത്തിലൂടെ ഞങ്ങൾ അവരെ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. കാരണം ഈ കിണർ വീഴ്ക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമേ കഴിയുന്നത് ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് ഈ കുടുംബശ്രീ വന്നതോടുകൂടി ഞങ്ങൾക്കൊരു ധൈര്യം കുടുംബശ്രീ കൂടി ഞങ്ങൾക്ക് കിട്ടി. ഇത് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ കിണർ കുഴിച്ച് വെള്ളം കാണിച്ച് ഞങ്ങൾക്ക് പഞ്ചായത്ത് തന്നെ ഞങ്ങളെ നല്ലൊരു അഭിനന്ദനം ഞങ്ങൾ ആർക്ക്. SSLC വരെ പഠിച്ചു. ബിന്ദു എത്ര കിണർ കുഴിച്ചിട്ടുണ്ട്? 3 കിണർ. JLGയുടെ ആര് വന്നിരിക്കുന്നത്? അതൊന്നും കാരണം ചോദിക്കാൻ കാരണം JLG ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലേ? 206 ഗ്രൂപ്പുകൾ. നിങ്ങളുടെ പഞ്ചായത്തിൽ വളരെയധികം ഗ്രൂപ്പുകൾ ഉണ്ട്. 658 ഏക്കർ. വിവിധ ഏജൻസികളുമായിട്ട്, അതായത് കൃഷിഭവൻ, തൊഴിലുറപ്പ്, ഇതിലൊക്കെയുള്ള പദ്ധതികളുമായിട്ടുള്ള ഒരു സംയോജനത്തിന്റെ ഫലമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ കാർഷിക മേഖല വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നല്ല വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഭരണസമിതി ഈ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് വിത്ത് വിതരണം ചെയ്യുന്നൊരു പദ്ധതി ഉണ്ട്. അതിലൊരു 1000-1500ഓളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വീടുകളിലേക്ക് ആവശ്യമുള്ള ഈ ഇടവിള കൃഷി വിത്തുകൾ മുഴുവനും വിതരണം ചെയ്യുന്നത് ഈ JLG ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? വാഴകൃഷി ഉണ്ട്, ചേമ്പ്, ചേന, മരച്ചീനി, അതേപോലെ തന്നെ പച്ചക്കറി, നെല്ല്, ഈ കൃഷികളൊക്കെ ഉണ്ട്. നെല്ലൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. നെല്ലുണ്ട്. നെല്ലുണ്ടോ? ഈ 680
658 ഏക്കറിൽ നെല്ല് വല്ലതും ഉണ്ടോ? 658 ഏക്കറിൽ ഏതാണ്ട് 110 ഏക്കർ നെൽകൃഷിയുണ്ട്. ആ നെൽകൃഷിയുടെ എങ്ങനെ സ്ഥിതി? നെൽകൃഷി പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ റീത്ത ഏതിന്റെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ? ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്താ ചെയ്യുന്നത്? ഞങ്ങളെ ഗ്രൂപ്പില് ഈ കഴിഞ്ഞ 2013 വർഷത്തിൽ ബാലുശ്ശേരി ബ്ലോക്കിന്റെ കീഴിൽ സേവന എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രകാരം 32 ഏക്കറിൽ കൃഷി ചെയ്തു. അതിൽ എന്റെ പ്രദേശത്താണ് 6 ഏക്കർ സ്വന്തമായിട്ട് തരിശു നില ഏറ്റെടുത്ത് കൃഷി നടത്തിയത്. തരിശു നിലങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിന്റെ സഹായത്തോടുകൂടി, അന്ന് കൃഷി തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് നല്ല സഹകരണം ആയിരുന്നു. ഇന്ന് അത്രത്തോളം അല്ല. പക്ഷെ അന്ന് ഞങ്ങളത് ചെയ്ത സമയത്ത് ഈ തരിശായി കിടന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ അറിവിൽ, എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആ പ്രദേശത്തെത്തി ഏതാണ്ട് ഒരു 35 വർഷം വരെ അവിടെ യാതൊരു കൃഷിയും നടത്തിയിട്ടില്ല. പൂർണ്ണമായിട്ടും കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിന്റെ സഹായത്തോടുകൂടി അവിടെ സാധ്യത കണ്ടെത്തി. എന്ത് കൃഷിയാണ് അവിടെ ഞങ്ങൾ ചെയ്തത്? പച്ചക്കറിയാണ്, പൂർണ്ണമായിട്ടും പച്ചക്കറി കൃഷി. 6 ഏക്കറിലും പച്ചക്കറിയാണ്. പച്ചക്കറി കൃഷി. അവിടെ വെള്ളം എത്തിച്ചത് ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ സഹായം കൊണ്ട്. അതായത് പിന്നെ കൃഷിഭവൻ ഞങ്ങൾക്ക് അതിനുള്ള സാങ്കേതിക സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. മോട്ടോർ തന്നിട്ടുണ്ട്, കൃഷി പരിപാലനത്തിലുള്ള അറിവ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സംരക്ഷണ രീതി എല്ലാം ഞങ്ങൾ തന്നിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യം വെച്ച് ഗവൺമെന്റ് നടത്തി വരുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. 8200 തൊഴിൽ കാർഡുകൾ കൊടുത്തു. അതിൽ 7300 കുടുംബങ്ങളും കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് പുറമെ തൊഴിലുറപ്പിലൂടെ വരുമാനം കണ്ടെത്തുന്നു. വർഷത്തിൽ 3 കോടിയിലധികം രൂപ പാവപ്പെട്ട തൊഴിലാളികളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനം. 8000 പേർക്ക് ജോബ് കാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എത്ര പേര് ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ട്? എല്ലാവരും ഈ കാർഡ് കിട്ടിയവരെല്ലാവരും വന്നോളന്നില്ലല്ലോ. എല്ലാരും വെച്ചാൽ 5000-ന്റെ മേലെ ആൾക്കാർ തൊഴിലെടുക്കാൻ വരുന്നുണ്ട്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ബാലസഭയെ കുറിച്ചുള്ളൊരു ഡോക്യുമെന്ററി അത് കണ്ടിട്ട് ബാലസഭക്കാരെടുത്ത് പോവാം അല്ലേ? ദേശീയ സംസ്ഥാന മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒട്ടനവധി കലാകായിക പ്രതിഭകളുടെ നാടാണ് ഉണ്ണിക്കുളം. ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. നമുക്കിവരുടെ ബാലസഭയുടെ പ്രവർത്തനങ്ങളൊന്ന് കാണാം. പഞ്ചായത്തിലെ ബാലകൗമാരങ്ങളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കുതകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വിജയകരമായി മുന്നേറുകയാണ് ഉണ്ണിക്കുളം CDSന്റെ ബാലസഭ. നാളിതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മികവ് തെളിയിച്ച ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തുന്നതിനും അവരിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധങ്ങളായ പരിപാടികൾ ബാലസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കുച്ചിപ്പുടിയിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ രേഷ്മ ബാലസഭയിലൂടെ വളർന്നുവന്ന ഉണ്ണിക്കുളത്തിന്റെ സ്വന്തം കലാകാരിയാണ്. 2013 ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ 5 മണിക്കൂർ നിർത്താതെ മഹാവൃന്ദനാട്യം അവതരിപ്പിച്ചാണ് രേഷ്മ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. സംസ്ഥാന തലത്തിൽ നടന്ന വിവിധ ചിത്രരചന, പെയിന്റിംഗ് മത്സരങ്ങളിൽ ഒട്ടേറെ തവണ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അഭയ് ബാലസഭയുടെ കണ്ടെത്തലാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി അവാർഡുകൾ ചിത്രരചനയിൽ കരസ്ഥമാക്കിയ അഭിഷേക്, സംസ്ഥാന തലത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ അഭിനവ്, ഇങ്ങനെ ഉണ്ണിക്കുളത്തെ ബാലപ്രതിഭകൾ നിരവധിയാണ്. എല്ലാവിധ പ്രോത്സാഹനവുമായി ബാലസഭ ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. ഒരു അന്തർദേശീയ അവാർഡും 3 ദേശീയ അവാർഡും ഒട്ടേറെ സംസ്ഥാന അവാർഡുകൾ ഈയിടെ നേടിയിട്ടുണ്ട്. 11 ഗോൾഡ് മെഡലും 600ഓളം ട്രോഫികളും
ഈയിടെ പുരസ്കാരങ്ങളായി ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കായികമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒട്ടേറെ പരിപാടികൾ ഉണ്ണിക്കുളം ബാലസഭയുടേതായുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കരാട്ടെ പരിശീലനം. മൊത്തം 70 കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകുന്നു. ഇതിൽ 27 പേർ പെൺകുട്ടികളാണ്. വാർഡ് മെമ്പർ കൂടിയായ രാജഗോപാലനാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ബോക്സിംഗ് പരിശീലനത്തിന് സെലക്ഷൻ ലഭിച്ച് ആറ്റിങ്ങൽ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന യദുകൃഷ്ണ ഉണ്ണിക്കുളത്തിന്റെ അഭിമാന താരങ്ങളിൽ ഒന്നാണ്. ബാലസഭയുടെ വോളിബോൾ പരിശീലനത്തിലൂടെ വളർന്നുവന്ന സംസ്ഥാന വോളിബോൾ ടീം അംഗമായ യദുകൃഷ്ണ ഉണ്ണിക്കുളം CDSന്റെ അഭിമാന താരമാണ്. ലോകം ശ്രദ്ധിക്കാൻ പോകുന്ന നിരവധി കലാകായിക പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ട് ഉണ്ണിക്കുളം കുടുംബശ്രീയുടെ ബാലസഭ മാതൃകയാവുകയാണ്. ഇവരുടെ ബാലസഭയിൽ ഒത്തിരി മിടുക്കന്മാരും മിടുക്കുകളും ഉണ്ടല്ലോ. ചിത്രകാരന്മാരുടെ ഒരു സ്ഥലമാണ്. കല കായികം എല്ലാം ഒരുപോലെ തന്നെ വരുന്നുണ്ട്. എന്തായാലും ഒരു വലിയ നല്ല കാര്യം തന്നെയാണ്. ഒരു പക്ഷേ വരുന്ന വർഷങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പേരുയർത്താൻ പോകുന്ന കലാകാരന്മാരൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലുള്ളത്. വളരെ സന്തോഷമുണ്ട്. ആരാ ബാലസഭയിൽ വന്നേ? ഞങ്ങളുടെ പഞ്ചായത്തിൽ ബാലസഭാ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് 94 ബാലസഭകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളാണ് നമ്മളെ സമ്പത്ത്. അവരെ നല്ലൊരു മൂല്യബോധവും ദിശാബോധമുള്ളവരാക്കി വളർത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അമ്മമാരായ ഞങ്ങൾക്കുള്ളത് കൊണ്ട് കുടുംബശ്രീ വഴി തന്നെ അത് ബാലസഭയിലൂടെ ഞങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് 94 ബാലസഭകൾ സജീവമായി പ്രവർത്തിക്കുന്നു. അതിൽ 5 മുതൽ 18 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും അതിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും സഹായങ്ങളും ചെയ്തു വരുന്നത് ഞങ്ങൾ കുടുംബശ്രീ തന്നെയാണ്. നല്ലൊരു ദിശാബോധമുള്ള ഒരു പൗരന്മാരാക്കി വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവരുടെ കലാകായിക രംഗത്തും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. എങ്ങനെയാണ് അവാർഡ് കിട്ടിയത്? കലാപരമായിട്ടും കായികപരമായിട്ടും വളരെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ബാലസഭയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെ നല്ല സഹായം കിട്ടുന്നുണ്ട്. എങ്ങനെ? ഈ പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടിയുള്ള ഓർണമെന്റ്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള ചെലവുകളൊക്കെ അവർ സഹായിക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ കീഴിൽ പല ക്യാമ്പുകളും സംഘടിപ്പിച്ചുകൊണ്ട് നൃത്തത്തിലും സംഗീതത്തിലും മറ്റ് കലകളിലൊക്കെ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പ്രഗത്ഭരായ അധ്യാപകരെ വെച്ച് ഞങ്ങൾക്ക് പരിശീലനം നൽകാറുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പിൽ വെച്ചാണ് ഭരതാഞ്ജലി മധുസൂദനൻ മാഷെ ഞാൻ പരിചയപ്പെടുകയും പിന്നീട് മാഷയുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചു വരികയും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈദരാബാദിൽ വെച്ച് നടന്ന 3ാമത് ഇന്റർനാഷണൽ കുച്ചിപ്പുടി കൺവെൻഷനിൽ 5 മണിക്കൂർ തുടർച്ചയായി മഹാബൃന്ദനാട്യം അവതരിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടാൻ എനിക്ക് സാധിച്ചത്. ഉപരിപഠനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ആ സമയത്ത് എന്നെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ കരാട്ടെ പരിശീലനം കാരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും അതുപോലെ ഇങ്ങനെ ഒരു വേദിയിലിരുന്ന് സംസാരിക്കാനും ഉള്ള ധൈര്യം കിട്ടിയതും ഈ ബാലസഭയും കരാട്ടെ പരിശീലനം കാരണം മാത്രമാണ്. മോൾ എത്ര വയസ്സ് മുതല കരാട്ടെ പരിശീലനം തുടങ്ങിയത്? ഞാൻ 10th പഠിക്കുമ്പോഴാണ് കരാട്ടെ പരിശീലനം തുടങ്ങിയത്. എത്ര വർഷമായി കരാട്ടെ? 3 വർഷം. എനിക്ക് എന്നെ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരു അധ്യാപകനാണ് സന്തോഷ് കുമാർ സാർ. ആ സാറിന്റെ അരികത്തേക്ക് എത്തിച്ചത് ബാലസഭയും കുടുംബശ്രീയുമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇത്രയധികം പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും കിട്ടാൻ. നാഷണൽ ലെവലിലൊക്കെ മോന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓ, അഖിലേന്ത്യാ തലത്തിൽ നില ഫൗണ്ടേഷൻ എന്നൊരു മത്സരം നടത്തിയിരുന്നു. അതിൽ കേരളത്തിൽ 2 പേർക്ക് കിട്ടി. ഒന്ന് ഞാനായിരുന്നു. മറ്റു പങ്കെടുത്തവരൊക്കെ ഈ അമേരിക്ക, ഫ്രാൻസ് എന്നീ ആളുകളായിരുന്നു. ഐക്യായിരുന്നു ചിത്രം. ബാലപഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഉണ്ട്. ഈ ബാലസഭ പ്രവർത്തിച്ചു വരുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ബാലപഞ്ചായത്തിനും ബാല പാർലമെന്റിനും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ ബാല പഞ്ചായത്ത് എന്താന്ന് വെച്ചാല് ബാലസഭകളുടെ തദ്ദേശ ഭരണ സമിതിയാണ് ബാലപഞ്ചായത്ത്. അപ്പൊ നമുക്കറിയാം
കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, എന്നാൽ അത് എന്താണെന്ന് ഈ കുട്ടികൾക്ക് അറിയത്തില്ല. അത് അവരെ ബോധ്യപ്പെടുത്തുകയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താനും ഞങ്ങൾ ബാലപഞ്ചായത്തിലൂടെ ശ്രമിക്കാനുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങളൊരു ബാല പാർലമെന്റ് നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് രൂപത്തിലേക്കാണ് ഈ ബാല പാർലമെന്റ് നടത്താറുള്ളത്. അപ്പം ഞങ്ങൾ ഒരുപാട് വേദികളിലും ഈ ബാല പാർലമെന്റ് അവതരിച്ചു വരുന്നുണ്ട്. ഈ ബാല പാർലമെന്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുട്ടികളിലേക്ക് ജനാധിപത്യ ബോധം വളർത്തിയെടുക്കാനും, അതായത് ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വോളിബോൾ നാഷണൽ ടീമിലാണോ? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ബാലസഭ കുട്ടികൾക്ക് വേണ്ടി വോളിബോൾ 1.5 വർഷത്തെ വോളിബോൾ കോച്ചിങ് ക്യാമ്പിലൂടെയാണ് ഞാൻ വോളിബോൾ രംഗത്തെത്തുന്നത്. അവിടെ നിന്നാണ് ഞാൻ വോളിബോൾ ആദ്യമായിട്ട് പഠിക്കുന്നതും. അങ്ങനെ കുടുംബശ്രീയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പല സ്പോർട്സ് ഹോസ്റ്റലിലേക്കുള്ള സെലക്ഷനിൽ പങ്കെടുക്കാൻ അർഹയാകുകയും 6 വർഷത്തെ പരിശീലനത്തിന് ശേഷം തിരുവനന്തപുരത്തുള്ള GV രാജ സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അവിടെ നിന്നും തന്നെ ഞാൻ വോളിബോൾ തന്നെ തുടർന്നു. അപ്പോഴാണ് 2011 നടന്ന ഛത്തീസ്ഗഡിൽ മിനി 98ന്റെ മിനി നാഷണൽസിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് 12 പേരിൽ ഒരാളായി അർഹത നേടുകയും ചെയ്തു. ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന കളിയിൽ പല സംസ്ഥാനങ്ങളുമായി ഏറ്റുമുട്ടി കേരളത്തിന് 4ാം സ്ഥാനം കിട്ടുകയും ചെയ്തു. ജെൻഡർ കോർണറിന്റെ പ്രവർത്തനത്തെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ല. പഞ്ചായത്തിലെ വാർഡ് തലത്തിലെ ജാഗ്രതാ സമിതികളുണ്ട്. 23 വാർഡിലുണ്ട്. ഈ 23 വാർഡിലെ ജാഗ്രതാ സമിതികളും വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കും. ആശ്രയ കുടുംബത്തിൽപ്പെട്ട രംഗാണ്. ഭയങ്കര കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്താണ് കുടുംബശ്രീ അംഗങ്ങൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. വീട്ടില് ഭർത്താവ് തീപ്പള്ളലേറ്റ് കിടക്കുന്ന മക്കള്, കൊച്ചുമക്കളും പ്രായമായ അമ്മേനും വീടൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലായിരുന്നെന്ന്. പിന്നെ ഈ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലെ എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് വാങ്ങിത്തന്ന് കുടുംബശ്രീയിലൂടെ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടെങ്കിൽ കുടുംബശ്രീ കൂടെ മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ എന്തെങ്കിലും കേസുകളൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് പ്രശ്നം അറിയാം. കാരണം വെച്ചാൽ ഒരു കുടുംബശ്രീ അംഗമായും കൊണ്ട് കുടുംബശ്രീ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് വേറെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാം. ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കുടുംബശ്രീ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നികുതി പിരിവ് 100% ആക്കാൻ സാധിച്ചത് കുടുംബശ്രീക്കാർ ഒരുപോലെ ഇറങ്ങിയതുകൊണ്ടാണ്. കാരണം അവർ പോയി വീടുകളിൽ പോയി പൈസ ചോദിക്കുമ്പം പ്രത്യേകിച്ച് കുടുംബശ്രീക്കാരുള്ള അത്രയും ബന്ധമുള്ളത് കൊണ്ട് എല്ലാവരും പൈസ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പഞ്ചായത്തിന്റെ ലിമിറ്റേഷൻ അനുസരിച്ച് അവർക്ക് പക്ഷേ സാധാരണഗതിയിൽ നേരത്തെ ബിൽ കളക്ടർ എന്നുള്ള സ്ഥാനത്ത് ഒരാളെ നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് ബിൽ കളക്ടറുമായിട്ട് പോയി ജോലി ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ നിങ്ങള് മാത്രം തരത്തിലും കുടുംബശ്രീക്കാർക്ക് ADS ആയാലും CDS ആയാലും പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു വേദന അവർക്ക് കിട്ടുന്നില്ല. സേവനം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അദാലത്ത് വെച്ചൂടെ? അദാലത്ത് വെക്കാറുണ്ട്. അദാലത്ത് ചില ഭാഗങ്ങളിൽ ജനങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചില ആളുകൾ കഴിയണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പഞ്ചായത്ത് മറ്റുള്ള മെമ്പർമാരുമായി സമിതിയായിട്ട് ആലോചിച്ച് ഇങ്ങനെ ഒരു ജോലി അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഒരു ജോലിക്ക് കൂലിയും കൊടുക്കണം. അതിന് കൂലി കൊടുക്കാറുണ്ട്. ചെറിയ പഞ്ചായത്ത് വേതനം കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്കിനി നിങ്ങളുടെ CDSന് ലഭിക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയണ്ടേ? ചോദിച്ചു നോക്കാം. കണ്ണമാഷേ, ഉണ്ണികുളം പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മയുടെ വിശേഷങ്ങൾ വിശദമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. എല്ലാ രംഗങ്ങളിലും നിങ്ങൾ കൈവച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ് കൂടുതൽ ആകർഷകമായി തോന്നിയതെന്ന് പറയാൻ കുറച്ച് വിഷമമാണ്. സംഘകൃഷി വളരെ വിപുലമായിട്ട് നടത്തുന്നു. 600 ചില്ലാനം ഏക്കർ, 640 650 ഏക്കറോളം സ്ഥലത്ത് തെങ്ങ് കയറ്റം. ബിന്ദുവിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ അതിലൊക്കെ തന്നെ സാമൂഹ്യമായിട്ടുള്ളൊരു സന്ദേശം കൂടി നിങ്ങൾ തന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ റിപ്പോർട്ട് വായിച്ചപ്പോഴും ഈ NREGയിൽ പങ്കാളിത്തം മറ്റെല്ലാം നോക്കിയപ്പോഴും പ്രത്യേകിച്ച് SC
വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കൂടെ മറക്കാതെ തന്നെ പല കാര്യങ്ങളും ഞാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അവർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ബിന്ദുവും വനജയും ഇവിടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സന്ദേശമാണ്. ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് കരുതുന്നത്. ഒരുപാട് അധ്വാനമുണ്ട്. വീട്ടിലേക്കും സ്വയം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനൊക്കെ പുറമെ പഞ്ചായത്തിൻ്റെയും അധ്വാന ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു തോന്നലായിരിക്കും. അതിൽ ഒരു പൊതുകാര്യ പ്രവർത്തകനോ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളോ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതേ ജോലി നമ്മൾ പുരുഷന്മാരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവർ ചോദിക്കുന്ന പ്രതിഫലം? ആശ്രയായാലും ബില്ല് കളക്ഷൻ ആയാലും ടാക്സ് കളക്ഷൻ ആയാലും. അപ്പം അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതൊരു ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചുളു വിദ്യയായിട്ട് കുടുംബശ്രീയെ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കിയാൽ അതിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കും എന്നുള്ളതാണ്. ഈ തുല്യത എന്നുള്ളതാണല്ലോ എല്ലാ അർത്ഥത്തിലും നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അധ്വാനം കൊടുക്കുന്നതിലല്ല തുല്യത, അധ്വാനമാണെന്ന് അംഗീകരിച്ച് അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ സഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ വന്ന് പരിശോധിക്കേണ്ടി വരും. ഒരുപാട് പ്രതിഭകളെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അവരുടെ വാക്കിൽ നിന്ന് ഡാൻസ്, കരാട്ടെ, വോളിബോൾ, ചിത്രരചന, അതെല്ലാം. അപ്പോൾ സമഗ്രമായിട്ടുള്ള നിങ്ങളുടെ ഈ സംഭാവനയും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് കൊണ്ട് 25-ൽ 20. ഉണ്ണികുളം CDSന്റെ പ്രവർത്തനങ്ങൾ വളരെ സമഗ്രവും എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നതുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ കണ്ണമാഷ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൈവയ്ക്കാത്ത മേഖലകളൊന്നും ഇനിയില്ല അല്ലേ? ഇനിയിപ്പോൾ കുടുംബശ്രീ മാത്രം വിചാരിച്ചാൽ ആ നാടിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ? അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുപോലെ പുതിയ ആൾക്കാരെ, കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായി നിങ്ങൾ നടത്തുന്ന ശ്രമം. ഇപ്പോൾ വനജ പറഞ്ഞു, ഇത്രയും പേര് പോരല്ലോ, ഇനിയും കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ ഇതിലേക്ക് വരണം, കൂടുതൽ ആൾക്കാർക്ക് പരിശീലനം കൊടുക്കണം, നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അങ്ങനെ കൂടുതൽ സ്ത്രീകളെ ഈ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ അതിനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അതുപോലെ കുട്ടികളുടെ ഒരു പങ്കാളിത്തം, അവരും വളരെ വളരെ ആത്മവിശ്വാസത്തോടെ കുടുംബശ്രീയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതും ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ പാട്ടിൽ പറഞ്ഞതുപോലെ ഉൾഭയം കൂടാതെ നിർഭയരായി നടക്കാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ ജീവിക്കാനുള്ള ഒരു ഇടം നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ കലാകായിക സാംസ്കാരിക പരിപാടികൾക്കും എല്ലാം കൂടുതൽ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ഞാൻ നൽകുന്നത് 25-ൽ 20 മാർക്ക്. 25-ൽ 20. ഇന്ദു മാം, ഇവർക്ക് എത്ര മാർക്കാണ് നൽകുന്നത്? വലിയൊരു പഞ്ചായത്താണ് ഉണ്ണികുളം. വലിയ സ്വപ്നങ്ങളാണ്, വലിയ രീതിയിൽ അത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ നടപടികൾ സ്വീകരിച്ച് അവരെ അതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ അവസാനം വെല്ലുവിളികൾ എഴുതിത്തരാൻ പറഞ്ഞപ്പോൾ ഇതേ പ്രശ്നങ്ങൾ ഒരുപക്ഷെ മറ്റ് CDSകളും നേരിടുന്നുണ്ടെങ്കിലും വളരെ ധൈര്യപൂർവ്വം ലിസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. വലിയൊരു ഭാവിയും ഉണ്ണികുളം CDSനുണ്ട്. 25-ൽ 20. നമുക്കിനി രാധിക മാമിനോട് ചോദിക്കാം. ഉണ്ണികുളം ഒരു 10-20 വർഷം മുമ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ണികുളം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഇത്ര ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇരുന്ന് സംസാരിക്കാൻ. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സന്തോഷമുണ്ട്.
ബിന്ദുവിന്റെ ഒക്കെ കോൺഫിഡൻസ് ലെവൽ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. അത്ര നല്ല രീതിയിലാണ് മാറ്റം കുടുംബശ്രീക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം, തൊഴിൽ എല്ലാ മേഖലകളിലും നിങ്ങൾ നിങ്ങളുടേതായ ഡെവലപ്മെന്റ് കാണിച്ചിട്ടുണ്ട്. വളരെ വളരെ വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുപോലെ കുട്ടികളുടെ ഓരോ ഏരിയയും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അഭിനന്ദനം. എൻ്റെ കയ്യിൽ 15 മാർക്കാണ്, അതിൽ 12 തന്നിരിക്കും. നമുക്കിനി മാർക്ക് ഏറ്റവും കുറച്ച് കൈവശമുള്ള ആളുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ബിജു സർ, 10ൽ എത്ര മാർക്കാണ്? ഞാൻ നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും വളരെ നന്നായിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കിടക്കുന്നില്ല. 2 കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതൊന്ന് ഉണ്ണികുളത്തെ ഉണ്ണികളുടെ കാര്യമാണ്. ഉണ്ണികൾ വളരെ സ്വപ്നം കാണാനും ഒക്കെ പ്രതീക്ഷ നൽകുന്ന ഉണ്ണികളായി വളർത്താൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നുണ്ട്. 2, ഒരുപക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളിലുള്ള ആളുകൾ അവർ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഉദാഹരണങ്ങളാണ്, ഈ സമൂഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണെന്ന് ബിന്ദുവും മാലസയും ഒക്കെ പറയുന്നു. അപ്പോൾ 8 മാർക്ക്. ബാലസഭ ഉൾപ്പെടെ പ്രതീക്ഷ നൽകുന്ന ഒട്ടനവധി പദ്ധതികളുമായി എത്തിയ ഉണ്ണികുളം CDSന് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്ക് 100ൽ 80. തെങ്ങ് കയറാനും കിണർ കുഴിക്കാനും അറിയാവുന്ന ശിങ്കാരിമേളത്തിൽ ചെണ്ട കൊട്ടുന്ന ബിന്ദുവിനെ നമ്മൾ പരിചയപ്പെട്ടു. അവയവദാനത്തിനും നേത്രദാനത്തിനും കുടുംബശ്രീ തീരുമാനിച്ചപ്പോൾ സമ്മതപത്രത്തിൽ ആദ്യം ഒപ്പുവെച്ചതും ബിന്ദുവായിരുന്നു. കളഞ്ഞു കിട്ടിയ 1.5 ലക്ഷം രൂപ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് ബിന്ദു മാതൃക കാണിച്ചു. സത്യസന്ധതയും നന്മയുമുള്ള ബിന്ദുമാർ ഇനിയും കേരളത്തിലുണ്ട്. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മനോഹരമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവും. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അറിയാമോ കൂട്ടരെ നിങ്ങൾക്ക് നാടിന്റെ കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനത്തെ ഏറെ അഭിമാനത്തോടെ നാം കാണുന്നു. സ്ത്രീകൾ നയിക്കുന്ന പ്രസ്ഥാനത്തെ 98 തുടങ്ങിയ പദ്ധതി പെണ്ണിൻ കരുത്ത് തെളിയിച്ചില്ലേ? പെണ്ണെന്ന കാരണം കൊണ്ടന്ന് നമ്മളെ അണിഞ്ഞടിമേൽ ചേർത്തതല്ലേ?